നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ ഇന്ന് വേട്ടയ്ക്ക് ഇറങ്ങിയിരിക്കുന്നത് കാനറ ബാങ്കിലാണ്. അതും ഓൾ ടൈം ഹൈയിൽ നിൽക്കുന്ന കാനറ ബാങ്ക്. അതായത് ഓൾ ടൈം ഹൈ നിൽക്കുന്ന സ്റ്റോക്ക് ഷോർട്ട് ചെയ്ത് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുമോ സക്കീർ ബായിക്ക് എന്ന് ഒരുപാട് ബലരാമന്മാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബലരാമന്മാർക്ക് മറുപടിയുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ ട്രേഡ് എടുത്തിരിക്കുന്നത്. അതായത് നമുക്ക് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. ആ ട്രെൻഡ് ലൈൻ ഇവിടെ വെച്ച് ബ്രേക്ക് ഔട്ട് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ഔട്ട് ചെയ്ത് ബയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്ത് താഴെ വന്ന് വീണ്ടും അവിടെ നമുക്ക് ഒരു ബ്രേക്ക് ഔട്ടോടെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആ ബ്രേക്ക് ഔട്ടിന് ശേഷം നമുക്ക് കാണാൻ പറ്റും ഇവിടെ ബയേഴ്സ് വീക്കായി. ആ ബയേഴ്സ് അവിടെ വീക്ക് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ആയിട്ട് നമ്മളൊരു എൻട്രി എടുത്തു. ഇവിടാണ് നമ്മുടെ എൻട്രി കറക്റ്റ് ആക്ടിവേറ്റ് ആയത്. ഈ ക്യാൻഡിൽ. അതിനുശേഷം നമ്മുടെ ടാർഗറ്റ് താഴത്തെ ഈ നീലയല്ല പച്ച ലൈനാണ് നമ്മുടെ ടാർഗറ്റ്. പച്ച ഇവിടെ ആയിട്ട്. അതിനുശേഷം നമ്മുടെ SL എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മുടെ SL വരുന്നത്. ഓക്കെ, ഇനി എൻട്രിയുടെ റീസൺ നമ്മൾ പറഞ്ഞു, ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് ചെയ്തു, അതൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇനിയും ഇതിൻ്റെ ഫർദർ സംഭവങ്ങൾ എന്താണ് അല്ലെങ്കിൽ ഇതെന്താണ് എന്നുള്ളത് നമുക്ക് ഓർഡർ ഫ്ലോയുടെ ചാർട്ട് എടുത്തിട്ട് ഞാൻ അതിനകത്ത് കാണിക്കാം. നമുക്കിവിടെയൊക്കെ രാവിലെ ബയ്യേഴ്സാണ് വന്നേക്കുന്നത്. ഇവിടെ ഒരു 8 ലക്ഷം ബയ്യേഴ്സ് ഉണ്ട്. അതിനുശേഷം ഒരു 2 ലക്ഷം ബയ്യേഴ്സ്, പിന്നെ ഒരു 2 ലക്ഷം ബയ്യേഴ്സ് ഉണ്ട്, പിന്നെ ഒരു സെല്ലേഴ്സ് 1 ലക്ഷം സംതിങ്, പിന്നെ ഒരു 120 സെല്ലേഴ്സ്, 130 ബയ്യേഴ്സ്, അങ്ങനെ പോകുന്നു. നമ്മൾ ഈ ക്യാൻഡിൽ കണ്ടു. ഇവിടെ വന്നപ്പോഴത്തേക്ക് നമുക്കൊരു 9 ലക്ഷം സെല്ലേഴ്സ് വന്നു. അതായത് ആ ബ്രേക്ക് ഔട്ട് ടൈമിലാണ്, ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന ടൈമിലാണ് ആ ഒരു 9 ലക്ഷം സെല്ലേഴ്സ് വന്നത്. അതിനുശേഷം നമ്മൾ വീണ്ടും ഒന്ന് വെയിറ്റ് ചെയ്തു. അതിനുശേഷം അടുത്ത ഈ ക്യാൻഡിൽ കണ്ടോ, ഈ 19,877 പോസിറ്റീവ് ഡെൽറ്റ വന്നേക്കുന്ന ഈ ക്യാൻഡിലിൽ ഈ സ്ഥലത്തായിട്ട് ഇപ്പം ഞാൻ കാണിക്കുന്നത് ഒരു ഏറ്റവും മേളിൽ വലത്തെ സൈഡിൽ ഒരു പച്ച കളറുണ്ടോ, പച്ച ഓർഡർ ബ്ലോക്ക്, അവിടെ ആയിട്ട് നമുക്ക് ഈ ക്യാൻഡിൽ ലൈവ് ഞാൻ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഏകദേശം ഈ ക്യാൻഡിൽ ടോട്ടൽ നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു 1.5 ലക്ഷത്തിന് മേളിൽ പോസിറ്റീവ് ഡെൽറ്റ ആയിരുന്നു. അതിനുശേഷം ഒന്ന് പെട്ടെന്ന് ഡെൽറ്റ കുറഞ്ഞു. അതായത് 1.5 ലക്ഷം കുറഞ്ഞ് 1.25, 1.20, 1.75, 50 ഒക്കെ എത്തിയപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി ഇവിടെ നല്ല രീതിയിൽ സെല്ലേഴ്സ് പുഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ ഞാനും എൻട്രി എടുത്തു. എൻ്റെ എൻട്രി അവിടെ ഞാൻ ടൈപ്പ് ചെയ്തിട്ടു. അപ്പോൾ ടൈപ്പ് ചെയ്തിട്ടപ്പോൾ ഞാൻ ഇച്ചിരി നമ്മൾ ആ എൻട്രി കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ കാണിക്കാം. ഇപ്പോൾ എൻട്രി എടുത്തേക്കുന്നത് ഇവിടെയാണ്. പക്ഷേ അതിനും കുറച്ചുകൂടെ മേളിലാണ് ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ ആ പ്ലാൻ ചെയ്ത സ്ഥലം വരെ അപ്പോൾ അത്രയും ഓർഡർ പുഷ് കണ്ടപ്പോൾ ഞാൻ കരുതി ഇനി വന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ ആ ഓർഡർ ഡ്രാഗ് ചെയ്തിട്ട് താപ്പോട്ട് ഇട്ടിട്ട് നമ്മുടെ എൻട്രി അവിടെ ആക്ടിവേറ്റ് ചെയ്തത് ഞാൻ. ഇല്ലെങ്കിൽ എനിക്കിപ്പോൾ നമ്മൾ ഷോർട്ട് ചെയ്തേക്കുന്നത് 4,500 ക്വാണ്ടിറ്റി ആയിരുന്നു. ഇല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഷോർട്ട് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ നമ്മുടെ SL നമ്മുടെ ഈ പറയുന്ന നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്തതിനകത്ത് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ക്വാണ്ടിറ്റി അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളെടുത്തത്. എന്തായാലും പ്രോഫിറ്റ് റണ്ണിങ് ആണ്. ഞാനെന്തായാലും ഇതൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് കാണിക്കാം നിങ്ങളെ. എത്ര സമയം എടുക്കുമെന്ന് അറിയത്തില്ലല്ലോ.
നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പം നമ്മൾ എൻട്രി എടുത്ത ആ വീഡിയോ ലൈവ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് നെറ്റിനൊരു ഇഷ്യൂ ആണ്. അത് നെറ്റ് സ്ലോ ആവോ ഒക്കെ ചെയ്തു. അപ്പോൾ നമുക്ക് ഈ നെറ്റ് സ്ലോ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഓർഡർ ഫ്ലോ ഡേറ്റ കറക്റ്റ് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ എൻട്രി സിസ്റ്റത്തിനകത്ത് ഓർഡർ ഫ്ലോ ഡേറ്റയാണ് ഏറ്റവും പ്രധാനം. കാരണം ആ ലൈവ് ഡേറ്റ കിട്ടിയില്ലെങ്കിൽ നമുക്ക് എൻട്രി എക്സിറ്റ് ചെയ്യാനൊക്കെ അത് നോക്കിയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ട്രേഡ് കണ്ടിന്യൂ ചെയ്യുന്ന എല്ലാം അത് നോക്കിയിട്ടാണല്ലോ. അപ്പോൾ അതിനൊരു ഹാങ് പോലെ വന്നപ്പോൾ ഞാൻ അതൊന്ന് സ്റ്റോപ്പ് ചെയ്തു ലൈവ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നത്. നെറ്റ് സ്ലോ ആയിരുന്നു, ചാർട്ടും കറക്റ്റായിട്ടൊന്നും അങ്ങനെ ലോഡ് ആവുന്നില്ലായിരുന്നു. എന്നിട്ട് ഇപ്പോൾ നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം മാർക്കറ്റ് ഇത്രയും നേരം ഇവിടെ സസ്റ്റെയിൻ ചെയ്തിട്ട് പെട്ടെന്ന് വന്നു നമ്മൾ ടാർഗറ്റ് അടിച്ചു. ടാർഗറ്റ് അടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, നമ്മൾ ഇവിടെ ആയിരുന്നു നമ്മൾ ടാർഗറ്റ് ആദ്യം നമ്മൾ സെറ്റ് ചെയ്തിരുന്നത്. അതാ ഈ ഏരിയയിലായിട്ടായിരുന്നു, ഈ സ്വിങ്ങിൻ്റെ ഈ സ്ഥലത്തായിരുന്നു നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്തിരുന്നത്. പക്ഷേ നമ്മൾ എക്സിറ്റ്, അതായത് ഇവിടെ ഇതിന് ജസ്റ്റ് ഈ ചെറിയൊരു പോയിന്റിന് നമ്മുടെ ടാർഗറ്റ് മിസ്സായിട്ട് സാധാരണ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ട് അടുത്ത ക്യാൻഡിലൊക്കെ ടാർഗറ്റ് അടിക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. പക്ഷേ ഇന്ന് നമ്മളത് ചെയ്തില്ല. നമ്മൾ അപ്പോഴേ അവിടെ നിന്ന് എക്സിറ്റ് ആയി. ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് അടുത്ത ക്യാൻഡിൽ തന്നെ നമ്മൾ എക്സിറ്റ് ചെയ്താൽ ഈ ഗ്രീൻ ലൈൻ്റെ അവിടെ നമ്മൾ എക്സിറ്റ് ആയി. കാരണം നമ്മൾ ടാർഗറ്റ് ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് ഇട്ടു. നമ്മളങ്ങ് എക്സിറ്റായി മാറി. നമ്മൾ എക്സിറ്റായി മാറിയതിന് ശേഷം കണ്ടോ അങ്ങനെ മാർക്കറ്റ് പറന്നു. അപ്പം നമ്മൾ എക്സിറ്റായി മാറിയത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതിനൊറ്റ കാരണം ഓർഡർ ഫ്ലോ. അതെന്താണ് എന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. നമ്മൾ ഓർഡർ ഫ്ലോ ചാർട്ട് എടുത്ത് ഞാൻ അത് കാണിച്ചു തരാം. ഈ ക്യാൻഡിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. ഈ ക്യാൻഡിലാണ് 12/6 നമ്മുടെ എൻട്രി ആക്ടിവേറ്റ് ആവുന്നത്. നമ്മൾ എൻട്രി ആക്ടിവേറ്റ് ആയതിനു ശേഷം മാർക്കറ്റ് അങ്ങനെ നിന്ന് കളിക്കുന്നു. ബയ്യേഴ്സ് സെല്ലേഴ്സും വരുന്നുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. അതിനകത്ത് ബയ്യേഴ്സ് ഉണ്ട്, സെല്ലേഴ്സ് ഉണ്ട്, രണ്ടുപേരുണ്ട്. ബയ്യേഴ്സ് താഴെ നമ്മുടെ ബയ്യേഴ്സൊക്കെ എക്സിറ്റായി മാറുന്നുണ്ട്, അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങുന്നുണ്ട്. പുതിയ സെല്ലേഴ്സ് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് അവിടെ. അത് നടന്നുകൊണ്ടിരുന്ന നമ്മുടെ ടാർഗറ്റ് ഈ ക്യാൻഡിൽ, ഈ ക്യാൻഡിലാണ് നമ്മുടെ ടാർഗറ്റിനടുത്തേക്ക് എത്തുന്നത്. ഈ ടാർഗറ്റിനടുത്തേക്ക് എത്തി ഏകദേശം ഈ ലെവലായിരുന്നു നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ ടാർഗറ്റിന് തൊട്ടടുത്തിട്ടിട്ട് അത് തിരിച്ചു കയറുന്ന സമയത്ത് നമ്മൾ നോക്കിയപ്പം നിങ്ങൾ ഈ ഒരു ഏരിയ ശ്രദ്ധിക്കണം. ഈ ഏരിയ ഉണ്ടോ അവിടെ, ഈ കണ്ടോ 9 ലക്ഷം ബയേഴ്സ് എക്സ്ട്രാ, 9 ലക്ഷം ക്വാണ്ടിറ്റി അവിടെ എക്സ്ട്രാ ബൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ 9 ലക്ഷം എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഈ മാർക്കറ്റ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഈ ലൈവ് കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ ആദ്യം 1 ലക്ഷം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കണ്ടു. അപ്പോൾ അവിടെ പെട്ടെന്ന് ഒരു 1 ലക്ഷം ക്വാണ്ടിറ്റി വന്നപ്പോൾ ഞാനത് ശ്രദ്ധിച്ചു. കാരണം നമ്മുടെ ടാർഗറ്റിന് അടുത്തില്ല, നമ്മൾ ക്ലോസ്ലി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 1 ലക്ഷം വന്നു, അതിനുശേഷം 2 ലക്ഷം വന്നു, 2 ലക്ഷം 250 ആകുന്നു, 3 ആകുന്നു, 350 ആകുന്നു, 4 ആകുന്നു. 4ൽ നിന്ന് പെട്ടെന്ന് അത് 5 അങ്ങെത്തി, 5 ലക്ഷത്തിലോട്ടെത്തി. അപ്പം എനിക്ക് മനസ്സിലായി ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ പണി പാളും. ഇവിടെ നല്ല രീതിയിൽ ബയ്യേഴ്സ് പുഷ് ചെയ്ത് വരുന്നുണ്ട്. അവിടെ ഇനിയും വെയിറ്റ് ചെയ്ത്, ഇനിയും കൂടുതൽ ടാർഗറ്റിന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. എൻ്റെ ടാർഗറ്റ് ഞാൻ ഈ യെല്ലോ ലൈൻ അവിടെ ഞാൻ ഇട്ടിട്ടുണ്ട്. എൻ്റെ ടാർഗറ്റ് എത്തുമ്പോൾ തന്നെ ഞാൻ എക്സിറ്റ് ആവത്തുള്ളൂ എന്ന് മാർക്കറ്റിനോട് ആവശ്യമില്ലാത്ത ഭാഷ്യം നമ്മൾ കാണിച്ചാൽ നിനക്ക് ടാർഗറ്റും ഇല്ല, ഒന്നുമില്ല, നീ എസ് എൽ എടുത്തുകൊണ്ട് പോടാവില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇതേപോലെ തിരിച്ചു കയറി നമുക്ക് പണി തരും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആ ഒരു 5 ലക്ഷം എന്നൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ടാർഗറ്റ്, നമ്മുടെ ലൈൻ ഇപ്പോൾ ധനിലുള്ള പ്രയോജനമാണ്. നമുക്ക് ടാർഗറ്റ് ഇവിടെ ഇങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടേക്കുമല്ലോ, അത് അങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് കയറ്റിയും കിട്ടും. അപ്പം തന്നെ അത് അടിച്ചു, നമ്മൾ എക്സിറ്റ് ചെയ്ത്. നമുക്ക് ടൈപ്പ് ചെയ്യാനും അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ല, ഒന്ന് ഡ്രാഗ് ചെയ്ത് കയറ്റിയിട്ടാൽ മതി. അങ്ങനെ അത് അടിച്ചു, ഞാൻ എക്സിറ്റായി മാറി. അതിനുശേഷം കണ്ടോ തിരിച്ച് അതേപോലെ പ്രൈസ് കയറി. അപ്പം നമ്മുടെ ഓർഡർ ഫ്ലോ കയ്യിലുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് അങ്ങനൊരു എക്സിറ്റ് അവിടെ നടത്തിയത്. ഇല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ 9 ലക്ഷം ഓർഡേഴ്സ് വരുന്നതൊക്കെ കാണാൻ പറ്റും എനിക്ക്. ഞാൻ നോക്കുമ്പോൾ എന്താ ഭയങ്കര സ്ട്രോങ് 2 ക്യാൻഡിൽസ് വരുന്നു. അപ്പോൾ അടുത്ത ഒരു ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ ഒരു ഇച്ചിരിയെങ്കിലും താപ്പോട്ട് വരണമല്ലോ, അങ്ങനെ ആയിരിക്കണമല്ലോ എന്നൊരു പ്രതീക്ഷ ഒരു സാധാരണ ട്രേഡറിൻ്റെ മനസ്സിലുണ്ടാവും. അപ്പം നമ്മൾ ടാർഗറ്റ് തൊട്ടടുത്തുണ്ട്, നമ്മൾ ടാർഗറ്റ് അടിക്കും, നമുക്ക് എക്സിറ്റ് ചെയ്ത് മാറാം എന്നായിരിക്കും ഒരു സാധാരണക്കാരനായ ട്രേഡർ വിശ്വസിക്കുക. പക്ഷെ ഓർഡർ ഫ്ലോ നമ്മുടെ കയ്യിലുള്ളതുകൊണ്ടും അതുകൊണ്ട് തന്നെ നമ്മളൊരു സാധാരണ ട്രേഡറിൽ നിന്ന് അല്പം കൂടി ഉയർന്നു നിൽക്കുന്നത് കൊണ്ടും നമുക്ക് ആ ഒരു എഡ്ജ് ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ഡേറ്റ കണ്ടു, നമ്മൾ അപ്പോഴേ എക്സിറ്റായി മാറി. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് പറന്നു. ഇപ്പം ചിലർ ചോദിക്കാൻ എനിക്ക് ഇവിടെ ബൈ ഓർഡർ എടുത്താൽ അല്ലെങ്കിൽ ലോങ് എൻട്രി എടുത്താൽ പോരെ, ബൈ ചെയ്താൽ പോരെ. ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലില്ല, ഓരോരുത്തർക്കും ഓരോ താല്പര്യമില്ല. അങ്ങനെ ചെയ്തിട്ടുമുണ്ട്, അങ്ങനെയും ചെയ്യാറുണ്ട്. അത് കറക്റ്റ് നമ്മുടെ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. ആ ഒരു സിസ്റ്റത്തിനനുസരിച്ച് കറക്റ്റ് ഇത് വരുമ്പം നമുക്ക് എൻട്രി എടുക്കാറുണ്ട്. പക്ഷെ ഞാൻ കൂടുതലും ചെയ്യുന്ന ഇതാണ്, ഇതിനോടാണ് എൻ്റെ താല്പര്യം.
എസ് എൽ ഹണ്ടിങ്, ഡയറക്ഷണൽ ട്രേഡ്സും എടുക്കാറുണ്ട്. ഞാൻ ഡയറക്ഷണൽ ട്രേഡ്സ് കിട്ടുന്ന ദിവസം പിന്നെ അറിയാലോ, ഡയറക്ഷണൽ ട്രേഡ്സ് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ഒരു 70% സൈഡ് വേസ് മൂവ്മെൻറ്റും എസ് എൽ ഹണ്ടിങ്ങുമാണ്. ബാക്കി ഒരു 30%മേ ഉള്ളൂ ഡയറക്ഷണൽ മൂവ്, നല്ല രീതിയിൽ ഡയറക്ഷണൽ മൂവ് തരുന്നത്. ഈ ഡയറക്ഷണൽ മൂവിൽ എത്ര എണ്ണം നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്? അതുകൊണ്ടാണ് അങ്ങനെയുള്ള എൻട്രികൾ വളരെ കുറവാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് അത് കാണിക്കാൻ പറ്റാത്തത്. അപ്പം നമ്മൾ എൻട്രിയുടെ കാര്യം പറഞ്ഞത് മനസ്സിലായിരുന്നല്ലോ. നമ്മൾ ഈ ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു ഇവിടെ, ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു. അതിനുശേഷം നിങ്ങൾ നോക്കിയാൽ കാണാം ഈ ഒരു ക്യാൻഡിൽ, ഈ ഒരു ക്യാൻഡിലൊക്കെ. അപ്പോൾ ഈ ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ട് ഈ ഒരു ക്യാൻഡിലൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര ബുള്ളിഷായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ ഒരു ക്യാൻഡിൽ ഇപ്പോൾ ഈ പിന്നീട് ക്ലോസ് ചെയ്തപ്പോൾ അത് ഷൂട്ടിംഗ് സ്റ്റാർ, അത് ഗ്രീൻ കളർ ആണെങ്കിൽ അത് ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിലായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അത് ക്യാൻഡിൽ ഓപ്പൺ ചെയ്ത് മേലോട്ട് പോകുന്ന സമയത്ത് ഭയങ്കര ബുള്ളിഷ് ചാനലാണ്. അപ്പോൾ ആൾക്കാർ എന്ത് വിചാരിക്കും, ഇത് മാർക്കറ്റ് നേരെ പോവാണ്, ഇനി ഇവിടുന്ന് പറക്കും എന്ന് വിചാരിച്ച് ഇത് ഈ ട്രെൻഡ് ലൈനിൻ്റെ മുകളിലൊക്കെ ആൾക്കാർ ബൈ ചെയ്യും. ആ ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ ആൾക്കാർ ബൈ ചെയ്ത് അവർക്കൊക്കെ മാക്സിമം എസ് എൽ എന്തായിരിക്കും, ഈ ക്യാൻഡിലല്ലോ, ഈ ബ്രേക്ക്ഔട്ട് ക്യാൻഡിലല്ലോ, അല്ലെങ്കിൽ ഈലോ, ഇതൊക്കെയല്ലേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും എസ് എൽ വെക്കാൻ പറ്റത്തില്ല സാധാരണക്കാരായ ട്രേഡേഴ്സിനെ കൊണ്ട്. മാർക്കറ്റ് തിരിച്ചു വരുന്നു. ചിലർ എന്ത് ചെയ്യും, ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു സപ്പോർട്ട് ഇവിടെ ഇങ്ങനെ അങ്ങ് വരച്ചു വെക്കും. എങ്ങനെയെങ്കിലുമൊക്കെ ഒരു സപ്പോർട്ട് ഇവിടെ ഉണ്ടാക്കി വെക്കും. എന്നിട്ട് സപ്പോർട്ട് വന്നു, സപ്പോർട്ടിലെത്തി, ഇനിയും തിരിച്ച് കയറാൻ പോകുന്ന ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിലൊക്കെ ഉണ്ടാക്കുമ്പോൾ, ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ആൾക്കാർ ബൈ ചെയ്യും. അങ്ങനെയും ചെയ്യും. എന്നിട്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ എന്താണ് ചെയ്യുക, ഇവിടെയൊക്കെ വന്നിട്ട് ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിലെ താഴെ ഈ ഒരു ലെവലിലോട്ടൊക്കെ ആയിരിക്കും അവർക്ക് എസ് എൽ വെക്കുക. ഇത് കൂടുതലൊന്നും വെക്കാൻ പറ്റത്തില്ല നമ്മുടെ റീറ്റെയിൽ ട്രേഡേഴ്സിനെ കൊണ്ടൊന്നും. അപ്പം അങ്ങനെ വെച്ചിട്ട് ഇത്രയും നേരം നിന്ന് തിരിച്ചിങ്ങോട്ടൊക്കെ വരുന്ന സാധ്യത. അപ്പം ഇന്ന് മാർക്കറ്റ് ഒന്ന് ഇച്ചിരി വീക്കായിരുന്നു. ഇന്ന് ഈ കഴിഞ്ഞ അറിയില്ല, ഇലക്ഷൻ്റെ റിസൾട്ടും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മാർക്കറ്റ് ഇച്ചിരി വീക്കായിരുന്നെങ്കിൽ ഇത് ഇവരുടെയൊക്കെ ഈ താഴെയുള്ള എസ് എല്ലുകളൂടെ എടുത്ത്, ഈ ഒരു ലെവലിൽ നിൽക്കുന്ന എസ് എല്ലുകളിലൂടെ എടുത്ത് മാർക്കറ്റ് നല്ല രീതിയിൽ താഴെ വന്നേനെ. പക്ഷെ ഇന്ന് മാർക്കറ്റ് ആ ഒരു ഇലക്ഷൻ റിസൾട്ട് ആ ഒരു മാനിപ്പുലേഷൻ ഡേ അല്ലേ. മോസ്റ്റ്ലി ഇലക്ഷൻ റിസൾട്ടൊക്കെ ഉള്ള ഡേയ്സ് എന്ന് പറയുമ്പോഴേ മാനിപ്പുലേഷൻ ടീമിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഇതാണ്. അതുകൊണ്ടാണ് മാർക്കറ്റ് രാവിലെ ബാങ്ക് നിഫ്റ്റി അങ്ങനെ താഴോട്ട് വരുന്ന പോലെ കാണിച്ച് അടിച്ച് ഒറ്റയടിക്ക് മേൽ പോയത്. അതുകൊണ്ടൊക്കെ തന്നെ അങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലൊരു തോന്നലൊക്കെ ഉണ്ടല്ലോ, നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ടല്ലോ. അതിൻ്റെ കൂടെ നമുക്ക് ലൈവ് ഡേറ്റയും കിട്ടി ഓർഡർ ഫ്ലോയുടെ. അതുകൊണ്ടാണ് ഞാൻ അവിടെ എക്സിറ്റായി മാറിയത്. അപ്പം വേറൊന്നുമില്ലല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ എൻട്രി എടുത്തതിൻ്റെ കാര്യം, ഇവിടെ ബ്രേക്ക് ചെയ്തു, ബ്രേക്ക്ഔട്ട് വീണ്ടും ഇവിടെ നടന്നു, അവിടെ നമ്മൾ ഷോർട്ട് എൻട്രി എടുത്തു. അപ്പോൾ ഈ താഴേക്കുള്ള റീറ്റെയിൽ ട്രേഡേഴ്സിന് എസ് എൽ അടിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മുടെ ടാർഗറ്റിനെ തൊട്ടടുത്തെത്തി. നമ്മുടെ ടാർഗറ്റിനെ തൊട്ട് മുമ്പായിട്ട് നമുക്ക് ഹെവി ബൾക്ക് ഓർഡേഴ്സ് ഒരു 9 ലക്ഷം ക്വാണ്ടിറ്റി, 5 ലക്ഷം ക്വാണ്ടിറ്റിക്ക് മേലോട്ടൊക്കെ എത്തുന്നതാണ് നമുക്ക് എക്സിറ്റായി മാറി. കറക്റ്റ് എക്സിറ്റ് ആയതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അവിടെ നിന്ന് തിരിച്ച് മാർക്കറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം, നിങ്ങൾ പ്ലാൻ ചെയ്തു എൻട്രി എവിടെ നിന്നാന്ന് വെച്ചാൽ നിങ്ങളെടുത്ത്, നിങ്ങൾ എൻട്രിക്ക് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു അതിനേക്കാൾ ഇരട്ടി പ്രാധാന്യം നിങ്ങൾ എക്സിറ്റ് കൊടുക്കണം. എക്സിറ്റ് രണ്ട് രീതിയിലാവാം എക്സിറ്റ് വരുന്നത്. ഒന്നുകിൽ എസ് എൽ എക്സിറ്റ് ആവാം, അല്ലെങ്കിൽ ടാർഗറ്റ് എക്സിറ്റ് ആവാം. പക്ഷേ ആ എക്സിറ്റിന് നിങ്ങൾ കൊടുക്കുന്ന എൻട്രിയുടെ ഇരട്ടി പ്രാധാന്യം നിങ്ങൾ കൊടുത്താൽ മാത്രമേ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ട്രേഡിങ്ങിൽ പോകാൻ പറ്റൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു ഗൈസ്.